നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ്. ദൈവവചനം വായിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവവചനം വായിക്കുന്നു. പക്ഷെ ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്, അതുപോലെയാണ് അവരുടെ ലൈഫ് മാറുന്നത്. ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് ഇത് ജീവന്റെ വചനമാണ്. നമ്മൾ ദൈവവചനം വായിക്കുന്നത് ഒരു മതഗ്രന്ഥം എന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെന്നിൽ ചിലത് ചെയ്യാൻ കഴിയുമെന്ന ബോധ്യത്തിലല്ല ഞാനത് വായിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ കഴിയുമോ എന്നറിയത്തില്ല. ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതിന് അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന മതത്തിൻ്റെ ഭാഗമായിട്ട് ആ വാക്യങ്ങൾ ചൊല്ലുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? ഞാൻ എന്താണ് എന്നത് എനിക്ക് കാണിച്ചു തരുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനത്തെ ഒരു വ്യക്തി അങ്ങനെ കാണുമ്പോൾ മാത്രമേ അയാൾ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ അതിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് എനിക്ക് ശരിയായ വിധത്തിൽ ബോധ്യം തരുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വായിച്ചാട്ടെ നിങ്ങളുടെ ലൈഫ് മാറുവാനിടയാകും. ദൈവവചനത്തെ പലരും പല ആംഗിളിൽ നിന്നാണ് കാണുന്നത്. ചില വ്യക്തികൾ വന്ന് പറഞ്ഞു ഇത് കഠിന ഉപദേശമാണ്. പൊതുവെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ദൈവവചനത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് അതേപോലെ നമുക്ക് ജീവിക്കാനായി കഴിയുമോ? എന്നാൽ വേറൊരു കൂട്ടർ ഈ ദൈവവചനം കേട്ടിട്ട് പറഞ്ഞു, അയ്യോ ഈ വാക്കുകൾ എത്ര ലാവണ്യമുള്ളതാണ്, അത് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അതിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് അതനുസരിച്ചാണ് അതെന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനെ ദൈവത്തിൻ്റെ ശക്തിയായിട്ടും എന്നെ കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ വാക്കുകളായിട്ടും അത് മനോഹരമുള്ളതായിട്ടും കാണുന്നൊരു വ്യക്തിക്ക് ആ വിധത്തിൽ അതിലെന്ത് പറയുന്നോ ആ വിധത്തിൽ ആകുവാനായി കഴിയും.